കഷ്ടതയിലും പാടുവാൻ നഷ്ടമകൾ കൊണ്ടാടുവാൻ ശക്തിയരുളനാഥനെ ശക്തിയിൽ പൂർണ്ണനാകുവാൻ ശക്തിയരുളനാഥനെ ശക്തിയിൽ പൂർണ്ണനാകുവാൻ ഉറപ്പിക്കണേ നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്ത്യൻ മതത്തെക്കാളെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്ത്യൻ മതത്തെക്കാളെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ യേശുവെ പോലെയാകുവാൻ യേശുവിൻ വാക്കു കാക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ പ്രാർത്ഥനയാലെ പോയും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത ഉറപ്പിക്കണ്ടേ നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്ത്യൻ മതത്തെക്കാളെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്ത്യൻ മതത്തെക്കാളെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദൈവം വിലക്കുന്ന സന്തോഷങ്ങൾ എന്നുള്ളൊരു സബ്ജക്റ്റാണ് നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആനി സ്റ്റീലി എന്ന ഒരു കവയിത്രി ജീവിതത്തിൽ ഭക്തിയിൽ കാത്തു സൂക്ഷിച്ചു. അനേക ആത്മീയ ഗീതങ്ങൾ രചിക്കുവാൻ ഈ വനിതയ്ക്ക് സാധിച്ചു. അതിൽ പ്രസിദ്ധമായ ഗാനമാണ് ഡിയർ റെഫ്യൂജ് ഓഫ് മൈ വെയറി സോൾ, അടുത്തായിട്ട് ഫാദർ ഓഫ് മൈ മേഴ്സീസ്, ഇൻ ദ വേർഡ് എന്നിങ്ങനെ അനേക പാട്ടുകൾ രചിപ്പാൻ എടുക്കണം ഈ സഹോദരിക്ക് സാധിച്ചു. എന്നാൽ തന്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നെന്ന നിലയിൽ നിരവധി സങ്കടങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ അവളുടെ വിവാഹം നിശ്ചയിച്ചു. എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. കല്യാണ ദിവസം വന്നു. അതിഥികൾ വന്നുകൊണ്ടിരുന്നു. വരൻ വരാൻ താമസിച്ചതിനാൽ സമയം നീണ്ടുപോയി. അരമണിക്കൂർ കൂടെ എല്ലാവരും കാത്തിരുന്നു. അപ്പോഴാണ് അവർക്കൊരു ദുഃഖവാർത്ത ലഭിച്ചത്. വരൻ മുങ്ങി മരിച്ചു എന്ന്. അവൾ വളരെ ദുഃഖിതയായി ജീവിതത്തെ വേട്ടയാടി ദൈവത്തിലുള്ള സന്തോഷത്തെയും അവളിലുള്ള ദൈവം ചെയ്ത എടുത്തു തന്നിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകളെയും ഇല്ലാതാക്കുവാനും ജീവിതം നിരാശയിൽ മുഴുകി അസ്തമിക്കുവാനും തക്കം നോക്കി നിൽക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളെ അവൾ തിരിച്ചറിഞ്ഞു. അവൾ ധൈര്യം വീണ്ടെടുത്തു. അവൾ പ്രതിസന്ധി ഘട്ടത്തിലും ഒരു ഗാനം എഴുതി. അതിന്റെ അർത്ഥം ഇപ്രകാരമായിരുന്നു: സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുവിഷ്ടപ്രകാരം വിലക്കുന്ന എന്റെ ഏത് സന്തോഷത്തെയും അങ്ങയുടെ കൃപാസനത്തിന് മുമ്പിൽ ഞാൻ അംഗീകരിക്കുന്നു. ശാന്തതയും നന്ദിയുമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ. പിറുപിറുക്കുവാൻ എനിക്ക് ഇടയാകരുത്. നിന്റെ കൃപയുടെ അനുഗ്രഹങ്ങൾ ഞാൻ നിനക്കായി ജീവിക്കുവാൻ ഇടവരുത്തണമേ. ആമേൻ. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനേക വിധത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടങ്ങളും നിരാശകളും ഒക്കെ നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ദൈവവചനം പറയുന്നത് ക്രിസ്തുവേശുവിൽ ഭക്തിയോട് ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരുപക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് പോയെന്ന് വരികയില്ല. അപ്പോഴൊന്നും നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവം സകലവും നന്മയ്ക്കായി മാത്രമേ ഒരു ദൈവത്തിനോട് ചെയ്യുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുവാനോ പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കുവാനോ ഇടവരരുത്. ഒരുപക്ഷെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ പോയി എന്ന് ആശ്വസിക്കുമ്പോഴായിരിക്കും ഈശാനമൂലിൽ നിന്ന് കൊടുങ്കാറ്റ് ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്നത്. യോബിന്റെ ജീവിതത്തിൽ അതിന് ഉദാഹരണമാണ്. തന്റെ സമ്പാദ്യങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു. 1 അല്ല 10 മക്കളും ഒരേ ദിവസം നഷ്ടമായി. അതിലൊന്നും ദൈവത്തെ പഴിയാരാതെ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെട്ടെ എന്ന് പറഞ്ഞതല്ലാതെ തന്റെ നാവിൽ നിന്ന് ദൈവത്തിന് വിരോധമായി ഒന്നുമില്ല.
നമ്മുടെ സന്തോഷങ്ങളെ കെടുത്തിക്കളയുന്ന ശത്രു അയക്കുന്ന വണ്ടുകളെ തിരിച്ചറിയുവാൻ വേണ്ടത് ദൈവകൃപ നാം ഏറ്റെടുക്കണം. കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ നാം അഭിമുഖീകരിക്കുമ്പോൾ അനിശ്ചി എന്ന യുവതിയെപ്പോലെ നമ്മുടെ നാവിൽ നിന്ന് പാടുവാൻ പാട്ടുകൾ ഉയർന്നു വരട്ടെ. കേരളക്കരയിൽ തന്നെ അനേക ഭക്തന്മാർ തങ്ങളുടെ പ്രയാസഘട്ടങ്ങളിൽ എഴുതിയ പാട്ടുകൾ നമുക്കിപ്പോഴും ആശ്വാസം പകരുന്നല്ലോ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടുന്നു ഞാൻ എന്ന് സാധു കൊച്ചുമുദേശി ദൈവത്തെ പാടി സ്തുതിച്ചു. 19-ാം നൂറ്റാണ്ടിൽ മേഘാലയയിൽ നടന്ന ഒരു സംഭവത്തിന്റെ വെളിച്ചത്തിൽ നോക്സങ് എന്ന ഒരു മനുഷ്യൻ ഗാരോ ഗോത്രത്തിൽ ഉള്ളവനായിരുന്നു. സത്യസുവിശേഷമായി അവിടെ എത്തിയ മിഷണറിമാരുടെ സുവിശേഷത്തിൽ ആകർഷണനായ നോക്സിനെ ക്രിസ്ത്യവിശ്വാസം സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയും കുടുംബത്തെയും ഗോത്രത്തലവും കൊല്ലുന്നതിന് മുമ്പ് ക്രിസ്ത്യവിശ്വാസം തള്ളിപ്പറവാൻ ആവശ്യപ്പെട്ടു. സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ നോക്സിന്റെ മക്കളെ വിഷം പുരട്ടിയ അമ്പുകൾ എയ്ത് കൊന്നുകളഞ്ഞു. അതിനുള്ളിൽ വിശ്വാസം തള്ളിക്കളയും എന്ന് വിശ്വസിച്ചവരെ അമ്പരിപ്പിച്ച് തന്റെ ഭാര്യയെയും അമ്പ് ചെയ്തു കൊന്നു. ഒടുവിൽ അവസാനമായി തന്നോട് ചോദിച്ച് ഇനിയും നിനക്ക് സമയമുണ്ട്. അപ്പോൾ തന്റെ നാവിൽ നിന്ന് ഉയർന്നു വന്ന വാക്കുകളാണ് ലോകപ്രസിദ്ധമായ ഗാനമായി ഇപ്പോഴും മുഴുങ്ങി കേൾക്കുന്നത്. I have decided to follow Jesus, no turning back, no turning back. The world behind me, the cross before me. No turning back, no turning back. പ്രിയ ശ്രോതാക്കളെ, കഷ്ടതയിലും പ്രതികൂലങ്ങളിലും നിങ്ങൾക്ക് പാട്ടുപാടുവാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങൾ ദൈവികമല്ല എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്കും കഷ്ടതയിൽ പാടുവാൻ ദൈവകൃപ തരട്ടെ. നമ്മുടെ ദൈവം നീതിമാനും വിശ്വസ്തനുമാകുന്നു. ദൈവമായ കർത്താവ് ഏവരെയും ഈ ചെറിയ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.